മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന ആരോപണം ശരിവെക്കുന്ന രേഖ 24-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. തിരുവനന്തപുരം പാലക്കാട് റെയിൽവേ ഡിവിഷനുകളിൽ മാലിന്യ സംസ്കരണത്തിൽ അടിമുടി പിഴവെന്ന പഠന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു. തമ്പാനൂരെ തുരങ്കം വൃത്തിയാക്കാൻ മെയ് മാസത്തിൽ നൽകിയ കത്തിനോടും റെയിൽവേ മുഖം തിരിക്കലായിരുന്നു. റെയിൽവേ പരിധിയിലെ ഈ തോടും ടണലും വൃത്തിയാക്കണമെന്ന് പലതവണ റെയിൽവേയോട് ആവശ്യപ്പെട്ടതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ റെയിൽവേ നിസ്സഹകരണം കാട്ടിയെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ഏപ്രിൽ 1 തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. ഡിവിഷണൽ മാനേജർമാർ പങ്കെടുത്തില്ല. പകരം പങ്കെടുത്തത് പാലക്കാട് ഡിവിഷനിലെ എഞ്ചിനീയർ. റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനാൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്തില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷനിൽ ശരിയായ മാലിന്യ നീക്കം നടക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ ഉയർന്നിരുന്നു. മാലിന്യ നീക്കത്തിൽ ഡിവിഷനുകളിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും സർക്കാർ വിമർശിച്ചു. അതും യോഗത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി. കഴിഞ്ഞില്ല നിസ്സഹകരണം. 2024 മെയ് 29 ശുചീകരണ തൊഴിലാളി എൻ ജോയിക്ക് ജീവൻ നഷ്ടമായ ടണൽ റെയിൽവേ വൃത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിറക്കി. പഴവങ്ങാടി ഭാഗത്തേക്കുള്ള ഒഴുക്ക് സുഗമമാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. എന്നാൽ റെയിൽവേ അനങ്ങാപാറ നയം സ്വീകരിച്ചു. എൻ ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേക്ക് തലയൂരാൻ കഴിയില്ലെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ തൊഴിലാളി എന്ന ന്യായത്തിൽ നഷ്ടപരിഹാരം നൽകാതിരിക്കാനുള്ള റെയിൽവേയുടെ നീക്കവും വിലപ്പോവില്ലെന്ന് വ്യക്തം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.